ഒന്ന്, വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള നല്ല മാർഗം എന്നത് ഓപ്ഷൻസ് ആഹാരികളായ ജീവികളെ ഇല്ലാതാക്കൽ, വന്യജീവികൾക്ക് പ്രതിരോധ മരുന്ന് നൽകൽ, യഥാർത്ഥ ആവാസ സ്ഥലങ്ങൾ സംരക്ഷിക്കൽ, പ്രജനനത്തിനുള്ള സൗകര്യം നൽകൽ. ഉത്തരം ഓപ്ഷൻ സി, യഥാർത്ഥ ആവാസ സ്ഥലങ്ങൾ സംരക്ഷിക്കൽ. വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള നല്ല മാർഗം എന്നത് യഥാർത്ഥ ആവാസ സ്ഥലങ്ങൾ സംരക്ഷിക്കൽ. 2, ഏതു മൃഗമാണ് ഇന്ത്യയിൽ നിന്ന് വംശനാശത്തിന് വിധേയമായത്? ഓപ്ഷൻസ് സ്നോ ലെപ്പേർഡ്, ഹിപ്പോപ്പൊട്ടാമസ്, വൂൾഫ്, ചീറ്റ. ഉത്തരം ഓപ്ഷൻ ഡി, ചീറ്റയാണ്. ഏതു മൃഗമാണ് ഇന്ത്യയിൽ നിന്ന് വംശനാശത്തിന് വിധേയമായത്? ഉത്തരം ഓപ്ഷൻ ഡി, ചീറ്റ. ഇപ്പോൾ ചീറ്റയെ വീണ്ടും കൊണ്ടുവന്ന് ഇന്ത്യയിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ. 3, അന്തരീക്ഷ മലിനീകരണം, വായു, ജലം, മണ്ണ് എന്നിവ തടയുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം? ഓപ്ഷൻസ് 1981, 1986, 1987, 1974. ഉത്തരം ഓപ്ഷൻ ബി, 1986. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം 1986. 4, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായി മലിനീകരണം ഉണ്ടാക്കുന്ന കണികളുടെ വ്യാസം ഏത്? ഓപ്ഷൻസ് <= 2.5 mm, <= 0.25 mm, <= 1 mm, <= 0.1 mm. ഉത്തരം ഓപ്ഷൻ എ, <= 2.5 mm ആണ്. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായി മലിനീകരണം ഉണ്ടാക്കുന്ന കണികകളുടെ വ്യാസം <= 2.5 mm ആണ്. 5, താഴെ പറയുന്നവയിൽ ഏത് ശബ്ദ അളവാണ് ചെവിയുടെ കർണപടം തകരാറിലാക്കി കേൾവി ശക്തി സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നത്? ഓപ്ഷൻസ് 80 ഡെസിബൽ, 100 ഡെസിബൽ, 120 ഡെസിബൽ, 150 ഡെസിബൽ. ഉത്തരം ഓപ്ഷൻ ഡി, 150 ഡെസിബലാണ്. ഏത് ശബ്ദ അളവാണ് ചെവിയുടെ കർണപടം തകരാറിലാക്കി കേൾവി ശക്തി സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നത്? 150 ഡെസിബലാണ്. അപ്പോൾ 120 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം നമ്മുടെ ചെവിക്ക് അരോചകമാണ്. പക്ഷേ 150 ഡെസിബലുള്ള ശബ്ദമാണ് നമ്മുടെ കർണപടം തകരാറിലാക്കി സ്ഥിരമായിട്ട് നമ്മുടെ കേൾവിശക്തി നശിപ്പിക്കുന്നത്. ഓക്കെ. 6, വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവയിൽ നിന്ന് കണികാമാലിന്യങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഫലവത്തായ ഉപകരണം ഏത്? ഓപ്ഷൻസ് സൈക്ലോണിക് സെപ്പറേറ്റർ, ബി ട്രാജക്ടറി സെപ്പറേറ്റർ, സി ഇൻസിനറേഷൻ, ഡി ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. ഉത്തരം ഓപ്ഷൻ ഡി, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ആണ്. വ്യവസായശാലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവയിൽ നിന്ന് കണികാമാലിന്യങ്ങൾ, അതായത് കണികകളായിട്ടുള്ള മാലിന്യങ്ങൾ, തരിതരികളായിട്ടുള്ള മാലിന്യങ്ങളുണ്ടല്ലോ, അത് വേർതിരിക്കുന്നതിനുള്ള ഫലവത്തായ ഉപകരണം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി കടത്തിയിട്ടിട്ട് ഈ കണികകളെല്ലാം കൂടെ പ്രസിപ്പിറ്റേഷൻ അടിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അങ്ങനെയുള്ളൊരു ഉപകരണമാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവയിൽ നിന്ന് കണികാ മാലിന്യങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഫലവത്തായ ഉപകരണം ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ആണ്. 7, ജലത്തിൻ്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ആ തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ്? ഓപ്ഷൻസ് ബയോമാഗ്നിഫിക്കേഷൻ, ബി യൂട്രോഫിക്കേഷൻ, സി ബയോഡീഗ്രഡേഷൻ, ഡി ബയോലൂമിനൻസൻസ്. 7ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, യൂട്രോഫിക്കേഷനാണ്. ജലത്തിൻ്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ആ തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ. 8, പോളിബ്ലെൻഡ് എന്നത് എന്താണ്? പോളിബ്ലെൻഡ് എന്നത് എന്താണ്? ഓപ്ഷൻസ് ഭൂമിയിൽ കുഴിച്ചിടുന്ന ഇലക്ട്രോണിക് അവശിഷ്ടം, ബി രോഗപ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഫിലിം അവശിഷ്ടം, സി പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിന്നും പ്ലാസ്റ്റിക് ബാഗ് നിർമ്മിക്കാൻ ഉണ്ടാക്കുന്ന സൂക്ഷ്മ പൗഡർ, ഡി റോഡ് നിർമ്മാണത്തിനായി പുനഃചംക്രമണം മുഖേന ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റോഡ് നിർമ്മാണത്തിനായി പുനഃചംക്രമണം മുഖേന ഉണ്ടാക്കപ്പെട്ട പ്ലാസ്റ്റിക് അവശിഷ്ടം. അപ്പോൾ പോളിബ്ലെൻഡ് എന്നാൽ എന്താണ്? റോഡ് നിർമ്മാണത്തിനായി പുനഃചംക്രമണം മുഖേന ഉണ്ടാക്കപ്പെട്ട പ്ലാസ്റ്റിക് അവശിഷ്ടത്തിനെയാണ് പോളിബ്ലെൻഡ് എന്ന് പറയുന്നത്. 9, ഗ്രീൻ മഫ്ലറിംഗ് വിദ്യ ഏത് തരം മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപകരിക്കുന്നത്? ഓപ്ഷൻസ് റേഡിയോ ആക്റ്റീവ് മലിനീകരണം, ശബ്ദമലിനീകരണം, മാലിന്യം വഴിയുള്ള മലിനീകരണം, മണ്ണ് മലിനീകരണം. ഉത്തരം ഓപ്ഷൻ ബി, ശബ്ദമലിനീകരണമാണ്. ഗ്രീൻ മഫ്ലറിംഗ് വിദ്യ ശബ്ദമലിനീകരണത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വിദ്യയാണ് ഗ്രീൻ മഫ്ലറിംഗ് വിദ്യ എന്ന് പറയുന്നത്. ശബ്ദമലിനീകരണത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ് ഗ്രീൻ മഫ്ലറിംഗ്. 10, ചുവടെ പറയുന്നതിൽ ജലമലിനീകരണം തടയുന്നത് ഏത്? ഓപ്ഷൻസ് വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ജലത്തിൽ നിന്ന് ഹാനികരമായ രാസവസ്തുക്കളെ നീക്കം ചെയ്യൽ, ജലത്തിൽ കൂടുതൽ മത്സ്യങ്ങളെ വളർത്തൽ, ഉപയോഗപ്രദമായ ജലസസ്യങ്ങളെ വളർത്തൽ,
DDT ജലത്തിൽ സ്പ്രേ ചെയ്യൽ. 10ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വ്യവസായശാലയിൽ നിന്ന് പുറന്തള്ളുന്ന ജലത്തിൽ നിന്ന് ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കളെ നീക്കം ചെയ്യലാണ് ജലമലിനീകരണം തടയുന്നതിനുള്ള ഉചിതമായിട്ടുള്ള മാർഗ്ഗം. ഓക്കെ, അപ്പോൾ ജലമലിനീകരണം തടയുന്നതിനുള്ള ഉചിതമായ മാർഗ്ഗം വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ജലത്തിൽ നിന്ന് ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കളെ നീക്കം ചെയ്യലാണ്. ഓക്കെ. 11 ഡീസലുമായി താരതമ്യം ചെയ്യുമ്പോൾ CNGക്കുള്ള മേന്മ അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ വളരെ നന്നായി കത്തുന്നു, ബി ചെലവ് കുറവാണ്, സി മോഷ്ടിക്കപ്പെടാൻ പ്രയാസമാണ്, ഡി എളുപ്പത്തിൽ പൈപ്പ് ലൈൻ വഴി എത്തിക്കാൻ കഴിയുന്നു. 11ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എളുപ്പത്തിൽ പൈപ്പ് ലൈൻ വഴി എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഡീസലുമായി താരതമ്യം ചെയ്യുമ്പോൾ CNGക്ക് ഉള്ള മേന്മയാണ് അത് വളരെ നന്നായി കത്തും. അതുപോലെ തന്നെ CNGക്ക് ചിലവ് കുറവാണ് ഡീസലിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ CNG മോഷ്ടിക്കപ്പെടാൻ പ്രയാസമാണ്. പക്ഷേ മേന്മയല്ലാത്തത് എളുപ്പത്തിൽ പൈപ്പ് ലൈൻ വഴി എത്തിക്കാൻ CNG കഴിയില്ല. ഓക്കെ. 12 താഴെ പറയുന്നവരിൽ പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത് ഏത്? മണ്ണൊലിപ്പ്, വെള്ളം കെട്ടിനിൽക്കൽ, മരുഭൂമിയാവുന്നത്, വനവൽക്കരണം. 12 ഡി ആണ്. വനവൽക്കരണമാണ് പാരിസ്ഥിതിക പ്രശ്നം അല്ലാത്തത്. വനവൽക്കരണം മീൻസ് വനം വെച്ച് പിടിപ്പിക്കുന്നതാണ്. മണ്ണൊലിപ്പും വെള്ളം കെട്ടിനിൽക്കലും മരുഭൂമിയാവുന്നതൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. വെള്ളം കെട്ടി നിന്നിട്ട് അത് പിന്നെ ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മണ്ണൊലിപ്പും മരുഭൂമിയാവുന്നതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷേ വനവൽക്കരണം എന്ന് പറഞ്ഞാൽ വനം വെച്ച് പിടിപ്പിക്കുന്നതാണ്. അതൊരു പാരിസ്ഥിതിക പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത് വനവൽക്കരണം. 13 അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലെ സുഷിരം മൂലം അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലെത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നത്തിൽ ഉൾപ്പെടാത്തത് ഏത്? അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലെത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ഓപ്ഷൻസ്: വർദ്ധിതമായ കരൾ ക്യാൻസർ, ബി നേത്രങ്ങൾക്കുണ്ടാകുന്ന തകരാറ്, സി വർദ്ധിതമായ ത്വക്ക് ക്യാൻസർ, ഡി പ്രതിരോധ ശേഷിയിലുണ്ടാകുന്ന കുറവ്. 13ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വർദ്ധിതമായ കരൾ ക്യാൻസർ. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലെത്തി അത് നമ്മുടെ ദേഹത്ത് പതിച്ചെന്ന് പറഞ്ഞ് കരൾ ക്യാൻസർ ഉണ്ടാകുന്നില്ല. പക്ഷേ നേത്രങ്ങൾക്ക് തകരാറുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ വർദ്ധിതമായ ത്വക്ക് ക്യാൻസറുകൾ ഉണ്ടാകാറുണ്ട്. പ്രതിരോധ ശേഷിയിൽ കുറവുണ്ടാകും. പക്ഷേ വർദ്ധിതമായിട്ടുള്ള കരൾ ക്യാൻസർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലെത്തിയെന്ന് പറഞ്ഞ് നമുക്കുണ്ടാകാറില്ല. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലെ സുഷിരം മൂലം അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലെത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നത്തിൽ ഉൾപ്പെടാത്തത് വർദ്ധിതമായ കരൾ ക്യാൻസറാണ്. 14 റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിൻ്റെ ഫലമായുള്ളത്. ഓപ്ഷൻസ്: ക്ഷയം, ജനിതകമാറ്റം, പോളിയോ, ഹെപ്പറ്റൈറ്റിസ്. 14 ഉത്തരം ഓപ്ഷൻ ബി ജനിതക മാറ്റമാണ്. റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് ജനിതക മാറ്റമാണ്. ബാക്കിയുള്ള രോഗങ്ങളൊന്നും റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നവ അല്ല. റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് ജനിതക മാറ്റം. 15 വരും വർഷങ്ങളിൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് വർദ്ധിതമായ സാധ്യതയാണുള്ളത്. ഇതിന് പ്രധാന കാരണമാകുന്നത് ഏതാണ്? ഓപ്ഷൻസ്: വായു മലിനീകരണം, ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം, ജലമലിനീകരണം, ഓസോൺ പാളിയുടെ കനം കുറയുന്നത്. 15ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓസോൺ പാളിയുടെ കനം കുറയുന്നത്. വരും വർഷങ്ങളിൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് വർദ്ധിതമായ സാധ്യതയാണുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓസോൺ പാളിയുടെ കനം കുറയുമ്പോൾ ഓസോൺ പാളി വിള്ളലുണ്ടാവും. അപ്പോൾ അതുവഴി അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലെത്തുമ്പോൾ നമുക്ക് ത്വക്ക് ക്യാൻസറും അത് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. 16 വ്യാവസായിക മാലിന്യമായ മെർക്കുറി അടങ്ങിയ മത്സ്യം കഴിക്കുന്ന വഴി ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻസ്: ഓസ്റ്റിയോസ്ക്ലീറോസിസ്, ഡൗൺ സിൻഡ്രോം, മീനമാത രോഗം, ബ്ലാക്ക് ലെഗ് രോഗം. 16ൻ്റെ ഉത്തരം ഓപ്ഷൻ സി മീനമാത രോഗമാണ്. വ്യാവസായിക മാലിന്യമായിട്ടുള്ള മെർക്കുറി അടങ്ങിയ മത്സ്യം കഴിക്കുന്നത് വഴി മെർക്കുറി നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന രോഗമാണ് മീനമാത രോഗം. 17 ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനോട് കാണിക്കുന്ന അടുപ്പത്തിൻ്റെ എത്ര ഇരട്ടിയാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന കാർബൺ മോണോക്സൈഡിൻ്റേത്? ഓപ്ഷൻസ്: 200 മടങ്ങ്, 1000 മടങ്ങ്, 500 മടങ്ങ്, 20 മടങ്ങ്. 17ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 200 മടങ്ങാണ്. ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനോട് ഒരടുപ്പം കാണിക്കുന്നത് മൂലമാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ഓക്സിജൻ സ്വീകരിച്ച് നമ്മുടെ രക്തകലകൾ വഴി നമ്മുടെ ശരീരത്തിലെ പല കോശങ്ങളിലും ഒക്കെ ഓക്സിജൻ എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ആ ഓക്സിജനോടുള്ള ഒരു അഫിനിറ്റിയേക്കാൾ കൂടുതൽ ഈ കാർബൺ മോണോക്സൈഡിന് 200 മടങ്ങ് ഹീമോഗ്ലോബിനോട് അഫിനിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനോട് കാണിക്കുന്ന ഒരടുപ്പത്തിനേക്കാൾ 200 മടങ്ങാണ് കാർബൺ മോണോക്സൈഡിന് ഉള്ളത്. ഓക്കെ. 18 ജലമലിനീകരണത്തിൻ്റെ സൂചകമായ ജീവി ഏത്? ഓപ്ഷൻസ്: കുളവാഴ, ടൈഫച്ചെടി, കോളേ ബാക്ടീരിയ, എൻഡമീബ. 18ന് ഉത്തരം ഓപ്ഷൻ സി ആണ്.
കോളേ ബാക്ടീരിയ. കോളേ എന്ന് കേട്ടിട്ടില്ലേ? കോളേ ബാക്ടീരിയ. അപ്പോൾ ജലമലിനീകരണത്തിൻ്റെ സൂചകമായിട്ടുള്ള ജീവിയാണ് കോളേ ബാക്ടീരിയ. കോളേ ബാക്ടീരിയ ജലത്തിലൊക്കെ ഒരുപാടുള്ളത് ജലം മലിനമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഉത്തരം ഓപ്ഷൻ സി, കോളേ ബാക്ടീരിയ. 19. താഴെ പറയുന്നവയിൽ താജ്മഹലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായത് ഏത്? ഓപ്ഷൻസ് ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്. 19ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൾഫർ ഡയോക്സൈഡ് ആണ്. താജ്മഹലിൻ്റെ നിലനിൽപ്പിന്, താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായിട്ടുള്ള വാതകം എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. അതിന് ചുറ്റുമുള്ള വ്യവസായശാലയിൽ നിന്ന് പുറന്തള്ളുന്ന ഈ സൾഫർ ഡയോക്സൈഡ് മഴത്തുള്ളിയോടൊക്കെ ലയിച്ചിട്ട് H2SO4 ഫോം ചെയ്ത് അത് ഈ താജ്മഹലിൽ വീണിട്ട് അതിലെ മാർബിളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ നിറം മങ്ങുന്നുണ്ട്. അപ്പോൾ താജ്മഹലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന വാതകം ഏതാണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. ഓക്കെ, സൾഫർ ഡയോക്സൈഡ്. 20. കറ്റാലിറ്റിക് കൺവെർട്ടർ ഉറപ്പിച്ചിട്ടുള്ള മോട്ടോർ വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ഉപയോഗിക്കാൻ നിഷ്കർഷിക്കുന്നതിന് കാരണം? ഓപ്ഷൻസ്: ലെഡ് ഒരു ഭാരം കൂടിയ ലോഹമാണ്. ബി, ലെഡ് കാറ്റലിസ്റ്റിനെ നിർവീര്യമാക്കുന്നു. സി, ലെഡ് വാഹനത്തിൻ്റെ പവർ കുറയ്ക്കുന്നു. ഡി, ലെഡ് പെട്രോൾ അധികം കത്തുന്നതിന് കാരണമാകുന്നു. 20ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലെഡ് കാറ്റലിസ്റ്റിനെ നിർവീര്യമാക്കുന്നു. കാറ്റലിറ്റിക് കൺവെർട്ടർ ഉറപ്പിച്ചിട്ടുള്ള മോട്ടോർ വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ഉപയോഗിക്കാൻ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം ലെഡ് കാറ്റലിസ്റ്റിനെ നിർവീര്യമാക്കുന്നു എന്നതാണ്. ഓക്കെ. 21. മെട്രോ സിറ്റികളിൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന മുഖ്യ ഘടകമേത്? ഓപ്ഷൻസ്: വീടുകളിൽ നിന്നുള്ള പുക, തെർമൽ പവർ പ്ലാന്റുകൾ. സി, കുക്കിംഗ് ഗ്യാസിൻ്റെ ഉപയോഗം. ഡി, മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള പുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മോട്ടോർ വാഹനങ്ങളിലുള്ള പുകയാണ്. മെട്രോ സിറ്റികളിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നത് മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. 22. മലിനമാക്കപ്പെട്ട ജലം കുടിക്കുക വഴി ദന്തക്ഷയം ഉണ്ടാകാറുണ്ട്. ഇവിടെ ജലത്തിനെ മലിനമാക്കിയ രാസപദാർത്ഥം ഏത്? മലിനമാക്കപ്പെട്ട ജലം കുടിക്കുക വഴി നമുക്ക് ദന്തക്ഷയം ഉണ്ടാകാറുണ്ട്. ഇവിടെ ജലത്തിനെ മലിനമാക്കിയ രാസപദാർത്ഥം ഏത്? ഓപ്ഷൻസ്: ഫ്ലോറിൻ, ബോറോൺ, മെർക്കുറി, ക്ലോറിൻ. 22ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫ്ലൂറിനാണ്. മലിനമാക്കപ്പെട്ട ജലം കുടിക്കുക വഴി ദന്തക്ഷയം ഉണ്ടാകാറുണ്ട്. ഇവിടെ ജലത്തിനെ മലിനമാക്കിയ രാസപദാർത്ഥം ഏത്? ഫ്ലൂറിൻ. 23. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ഫിൽട്ടർ ചെയ്യുന്ന ഓസോൺ പാളി കാണുന്ന അന്തരീക്ഷത്തിലെ മേഖല ഏത്? ഓസോൺ പാളി കാണപ്പെടുന്ന ഏത് മേഖലയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ലിത്തോസ്ഫിയർ. 23ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. 24. താഴെ പറയുന്നവയിൽ ഭൗമോപരിതലത്തിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാന കാരണക്കാരനായത് ഏത്? ഓപ്ഷൻസ്: കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, ഫ്രീയോൺ, മീഥെയിൻ. 24ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. താഴെ പറയുന്നതിൽ ഭൗമോപരിതലത്തിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാന കാരണക്കാരനായത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആഗോള ഹരിതഗൃഹ പ്രഭാവം. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഹരിതഗൃഹ പ്രഭാവം, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് കൂടുന്ന ആ ഒരു പ്രതിഭാസമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഹരിതഗൃഹ പ്രഭാവം എന്നറിയപ്പെടുന്നത്. അതിന് കാരണമായ പ്രധാനപ്പെട്ട വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ. 25. ഏതെങ്കിലും രാജ്യത്തെ ആണവ റിയാക്ടറിലെ തകരാറ് പ്രധാനമായും ദോഷകരമായി ബാധിക്കുന്നത്? ഓപ്ഷൻസ്: ആണവ റിയാക്ടറിലെ ജോലിക്കാരെയും സമീപവാസികളെയും. ബി, ലോകത്താകമാനമുള്ള മനുഷ്യരെ. സി, ലോകത്തിലെ ചില പ്രത്യേക വ്യക്തികളെ. ഡി, വികസിത രാജ്യങ്ങളിലെ മനുഷ്യരെ. 25ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലോകത്താകമാനമുള്ള മനുഷ്യരെയാണ് അത് ബാധിക്കുന്നത്. ഏതെങ്കിലും രാജ്യത്തെ ആണവ റിയാക്ടറിലെ തകരാറ് പ്രധാനമായും ദോഷകരമായി ബാധിക്കുന്നത് ലോകത്താകമാനമുള്ള മനുഷ്യരെയാണ്. ആണവ റിയാക്ടറിലെ ജോലിക്കാരെയും സമീപവാസികളെയും ബാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ കാര്യങ്ങളൊക്കെയാണ് ആണവ റിയാക്ടർ നടക്കുന്നതെങ്കിൽ ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിച്ചിട്ട് ലോകത്ത് മൊത്തമുള്ള മനുഷ്യരെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആണവ റിയാക്ടർ എത്രമാത്രം ആണവ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു എത്രമാത്രം അത് വ്യാപിക്കും എന്നുള്ളത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, ലോകത്താകമാനമുള്ള മനുഷ്യരെയാണ്. ഏതെങ്കിലും രാജ്യത്തെ ആണവ റിയാക്ടറിലെ തകരാറ് പ്രധാനമായും ദോഷകരമായി ബാധിക്കുന്നത് ലോകത്താകമാനമുള്ള മനുഷ്യരെയാണ്. 26. മോട്ടോർ വാഹനങ്ങളിലെ കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ഉപയോഗിക്കുന്ന ചെലവേറിയ ലോഹങ്ങളേത്? മോട്ടോർ വാഹനങ്ങളിലെ കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ഉപയോഗിക്കുന്ന ചെലവേറിയ ലോഹങ്ങളേത്? ഓപ്ഷൻ എയ്ക്കകത്ത് കാഡ്മിയം, റോഡിയം. ഓപ്ഷൻ ബി, ലെഡ്, കാഡ്മിയം. ഓപ്ഷൻ സി, പ്ലാറ്റിനം, പലേഡിയം, റോഡിയം.
ഓപ്ഷൻ ഡി കോപ്പർ കാഡ്മിയം. 26ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്ലാറ്റിനം പലേഡിയം റോഡിയം ആണ്. മോട്ടോർ വാഹനങ്ങളിലെ കാറ്റലിറ്റിക് കൺവെർട്ടറിൽ ഉപയോഗിക്കുന്ന ചെലവേറിയ ലോഹങ്ങൾ പ്ലാറ്റിനം പലേഡിയം റോഡിയമാണ്. 27 മനുഷ്യരിലും മൃഗങ്ങളിലും വായുമലിനീകരണം ദോഷകരമായി ബാധിക്കുന്നത് ഏതിനെ? ഓപ്ഷൻസ് ദഹന വ്യവസ്ഥയെ, രക്തപര്യന വ്യവസ്ഥയെ, ശ്വസന വ്യവസ്ഥയെ, ഇന്ദ്രിയങ്ങളെ. 27ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ശ്വസന വ്യവസ്ഥയാണ്. മനുഷ്യരിലും മൃഗങ്ങളിലും വായുമലിനീകരണം ദോഷകരമായി ബാധിക്കുന്നത് നമ്മുടെ ശ്വസന വ്യവസ്ഥയാണ്. നമ്മുടെ ശ്വാസകോശത്തിനെയാണ് അത് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. 28 1990 ലോകത്തിലെ 41 നഗരങ്ങളിൽ അതീവ മലിനീകരണം നേരിട്ടതായി അടയാളപ്പെടുത്തപ്പെട്ടു. ഇതിൽ ഡൽഹിയുടെ സ്ഥാനമേത്? ഓപ്ഷൻസ് 2ാമത്, 3ാമത്, 4ാമത്, 5ാമത്. 28 ഓപ്ഷൻ സി ആണ്, 4ാമത്. അപ്പോൾ 1990 ലോകത്തിലെ 41 നഗരങ്ങളിൽ അതീവ മലിനീകരണം നേരിട്ടതായി അടയാളപ്പെടുത്തപ്പെട്ടു. ഡൽഹിയുടെ സ്ഥാനം 4ാമതാണ്. സി, ഓപ്ഷൻ സി 4ാമതാണ് ഡൽഹിയുടെ സ്ഥാനം. 29 അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം കുറയ്ക്കുന്ന ഫ്രിയോൺ വാതകം പുറത്തുവിടുന്നത്? ഓപ്ഷൻസ് റെഫ്രിജറേറ്ററുകൾ, മോട്ടോർ വാഹനങ്ങൾ, തെർമൽ പവർ പ്ലാന്റുകൾ, ഉരുക്ക് വ്യവസായം. 29 ഉത്തരം എ ആണ്, റെഫ്രിജറേറ്ററുകൾ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം കുറയ്ക്കുന്ന ഫ്രിയോൺ വാതകം പുറത്തുവിടുന്നത് റെഫ്രിജറേറ്ററുകളിലാണ്. റെഫ്രിജറേറ്ററിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസാണ് ഈ ഫ്രിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഓസോൺ പാളിയുടെ കനം കുറയ്ക്കുന്ന ഫ്രിയോൺ എന്ന് പറയുന്ന വാതകം പുറത്തുവിടുന്നത് റെഫ്രിജറേറ്ററുകളാണ്. ഓക്കെ. 30 ഇക്കോസാൻ ടോയ്ലറ്റുകൾ വിജയകരമായി പ്രവർത്തിപ്പിക്കുന്ന സ്ഥലങ്ങളേത്? ഓപ്ഷൻസ് ആസാം, പശ്ചിമ ബംഗാൾ 1, ബി കേരളം, ശ്രീലങ്ക, സി മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഡി കർണാടക, ശ്രീലങ്ക. 30ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരളം ശ്രീലങ്കയാണ്. നമ്മുടെ കേരളവും ശ്രീലങ്കയാണ്. ഇക്കോസാൻ ടോയ്ലറ്റുകൾ വിജയകരമായി പ്രവർത്തിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളേത്? കേരളം, ശ്രീലങ്ക. താങ്ക് യു.